മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ ജനപ്രതിനിധികളും ജനങ്ങളും കാണുന്നത് സ്വാഭാവികമാണ്. ഈ എതിർപാളയത്തിലുള്ള പല ആളുകളും അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടാം, അവരൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയിലുള്ള നേതാക്കളെയും MLA-മാരെയൊക്കെ കാണുകയും പല കാര്യങ്ങൾ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ മുൻ മന്ത്രിയും CPM നേതാവ് കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എത്തിയതും അവിടെ അവർ കുറച്ചു നേരം മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തത് വലിയ രീതിയിൽ ഒരു വിവാദം ഉടലെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പല വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു CPM നേതാവ് അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയുമാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം ഇപ്പോൾ പ്രമാദമായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പല വിവാദങ്ങളിൽ ഉയർന്നു കേട്ടിട്ടുള്ള പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ്റേത്. ആ ഒരു അന്വേഷണം SIT ഇവിടെ വ്യാപിപ്പിക്കുകയും അവിടെ കൃത്യമായിട്ട് ശബരിമലയിൽ പല തരത്തിലുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്യുന്ന ഈ ഒരു വേളയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കരിക്കകത്തെ വീട്ടിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ചാണ് സുഹൃത്തിനൊപ്പം കഴിഞ്ഞ ദിവസം രാവിലെ 7:30 അദ്ദേഹം വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതായത് അതിരാവിലെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. കൂടിക്കാഴ്ച ഏകദേശം ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിന്നിട്ടുണ്ട്. സുഹൃത്തിന് ആഭ്യന്തരമന്ത്രിയെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഒപ്പം വന്നതെന്നും ഏതാനും മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ മറ്റു വിഷയങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്. മന്ത്രി നിയമസഭയിലേക്ക് പോകും മുമ്പേ കാണാനാണ് രാവിലെ എത്തിയത്. കാറിൻ്റെ ഡ്രൈവർ വൈകുമെന്നതുകൊണ്ടാണ് സ്കൂട്ടറിൽ പോയത്. സ്കൂട്ടറിൽ ഞാൻ സ്ഥിരമായി സഞ്ചരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം പുറത്തു വന്നത് അദ്ദേഹം ഒരു സ്കൂട്ടറിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ അദ്ദേഹം സ്കൂട്ടറിൽ എത്തിയിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം അതല്ല. അതേ മന്ത്രിയെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നുപോയി. ഹെൽമെറ്റ് വയ്ക്കാതെ സ്കൂട്ടർ ഓടിച്ചു പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അമ്പലമുക്ക് രഞ്ജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഹെൽമറ്റ് വെച്ച് തന്നെയാണ് മന്ത്രിയെ കാണാൻ പോയതെന്നും തിരിച്ചിറങ്ങിയപ്പോൾ സ്കൂട്ടറിൻ്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന ഹെൽമറ്റ് വയ്ക്കാൻ വിട്ടുപോയതാണെന്നാണ് കടകംപള്ളി പറഞ്ഞിരിക്കുന്നത്. പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ സ്കൂട്ടറിൽ എത്തിയത്. എന്നാൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ചു കയറ്റുന്നതിനിടെ മുൻ മന്ത്രി ഹെൽമറ്റ് ധരിക്കാൻ മറന്നു. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ സ്കൂട്ടറിൽ കയറി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അപ്പോഴും ഹെൽമറ്റ് ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എവിടെ ഹെൽമറ്റ് എന്ന ചോദ്യവുമായിട്ട് രംഗത്തെത്തുന്നത്. കാരണം വലിയ രീതിയിൽ എത്ര അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും ഹെൽമറ്റ് വയ്ക്കാത്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ അവരെ അവിടെ തടഞ്ഞു നിർത്തി പോലീസ് പിഴ അടപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും വിടുക. അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാർക്ക് മാത്രമാണോ ഈ നിയമം ബാധകം? ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ മുതിർന്ന CPM നേതാക്കൾക്കോ മറ്റുള്ള പാർട്ടിയിലെ നേതാക്കൾക്കൊന്നും തന്നെ നിയമം ബാധകമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത്. എല്ലാവർക്കും ജനപ്രതിനിധികളാണെങ്കിൽ എല്ലാവർക്കും നിയമം ലംഘിക്കുന്നത് ശരിയല്ലെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി ആഭ്യന്തരമന്ത്രിയെ കാണാൻ എത്തിയത് എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നുമല്ലെന്നും തികച്ചും വ്യക്തിപരമായ ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു ഇതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകുന്ന വിശദീകരണം. ഇരുവർക്കുമിടയിലെ കൂടിക്കാഴ്ച ഏകദേശം 15 മിനിറ്റോളമാണ് നീണ്ടു നിന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബന്ധപ്പെട്ട് കോൺഗ്രസിനും CPM-നുമെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അദ്ദേഹം ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോൾ മറുഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ഒരാളായ കടകംപള്ളി സുരേന്ദ്രനെ രമേശ് ചെന്നിത്തല തന്റെ വസതിയിൽ ആതിഥേയത്വം വഹിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ഹൈക്കമാൻഡും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ശബരിമല കൊള്ളയിലെ ഇടനിലക്കാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പലതവണ കണ്ടിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ശബരിമലയെ കൊള്ളയടിക്കുന്നതിലും അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്നതിലും കോൺഗ്രസും CPM-ഉം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും ഇരു പാർട്ടികളും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.
ശബരിമലയ്ക്കും അയ്യപ്പ ഭക്തർക്കുമെതിരെ ഇത്തരം അനീതി തുടരാൻ BJPയും NDAയും അനുവദിക്കില്ലെന്നും വിശ്വാസവഞ്ചനയും പുണ്യസ്ഥലങ്ങളുടെ കൊള്ളയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു മുൻ മന്ത്രി സന്ദർശിക്കുന്നതിൽ സാധാരണ നിലയിൽ അസ്വാഭാവികത ആരോപിക്കേണ്ട കാര്യമില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയും പ്രതിയാക്കപ്പെടുമെന്നതുള്ള സൂചനകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ സന്ദർശനം നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്തിനു പോയി എന്നത് കടകംപള്ളിയും എന്തിനു വന്നു എന്ന് ആഭ്യന്തരമന്ത്രിയും തുറന്നു പറയാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റ് വായിക്കാം. ഇന്നലെ രാവിലെ 7:30 കടകംപള്ളി സുരേന്ദ്രൻ വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയത്. ഏകദേശം 15 മിനിറ്റ് കൂടിക്കാഴ്ച നീണ്ടു. ചില നിസ്സാര ശുപാർശകൾക്ക് വന്നതാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടരുമ്പോഴാണ് കടകംപള്ളി സ്കൂട്ടറിലെത്തി ചെന്നിത്തലയെ കണ്ടു മടങ്ങിയത്. ഹെൽമറ്റ് ധരിക്കാതെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്കുള്ള യാത്ര. K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇത്തരത്തിലായിരുന്നു. മാത്രമല്ല, വെളുപ്പിന് എന്തിനു വന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സാധാരണ നിലയിൽ അസ്വാഭാവികത ആരോപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതി ചേർക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ സന്ദർശനം. കടകംപള്ളിയും പ്രതിയാക്കപ്പെടുമെന്നുള്ള സൂചനകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ സന്ദർശനം നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും എന്തിനു വന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ആഭ്യന്തരമന്ത്രി ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ജനങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസി കൂടിയായ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിലുള്ള മൗനം വെടിയണം. കടകംപള്ളി പോയത് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ എന്നതും പ്രധാനം. നേരത്തെ പത്മകുമാറിനെ സംരക്ഷിച്ച് പാർട്ടിക്ക് അവസാനം അത് തെറ്റുപറ്റിപ്പോയെന്ന് പറയേണ്ടി വന്നത് കടകംപള്ളിയുടെ കാര്യത്തിലും പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് K. സുരേന്ദ്രനും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പിഴ അടയ്ക്കാൻ തയ്യാറാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തിനു വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുവരെയായിട്ടും ആഭ്യന്തരമന്ത്രിയോ മറ്റു വൃത്തങ്ങളോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല.